ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജാവൊക്കെ മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വേൾഡ് ഹിസ്റ്ററി ഇൻ 3 പോയിന്റ്സ് ആരുടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രാജേഷിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നേ ബുക്സും ഓതേഴ്സും കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഓതേഴ്സ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക് ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ബുക്സും ഓതേഴ്സും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയ മെമ്മറി ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ മന്ത് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ കാണണേ. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ പോയിന്റ്, ബുക്ക് സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദിയുടെ 2023 പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ്? ഏതാ പുസ്തകം? വിക്ടറി സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. ഏതാണ്? വിക്ടറി സിറ്റി, വിജയനഗരം. ഒന്നും കൂടെ, ബുക്ക് സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദിയുടെ 2023 പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ്? വിക്ടറി സിറ്റി, വിജയനഗരം. ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, സൽമാൻ റുഷ്ദി എന്ന് പറഞ്ഞാലും ഞാൻ ഓർത്തേക്കണത് സൽമാൻ ഖാനെയാണ് കേട്ടോ. ഈ സൽമാൻ ഖാനൊക്കെ ഓരോ സിനിമകളൊക്കെ ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലേ. അങ്ങനെ നമുക്ക് വിജയം വെച്ചിട്ട് വിജയനഗരം അല്ലെങ്കിൽ വിക്ടറി സിറ്റി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ? അപ്പോൾ ബുക്ക് സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദിയുടെ 2023 പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ്? വിക്ടറി സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പോയിന്റ്സുകൾ കുറച്ച് നോക്കിയിട്ട് നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്നുള്ളൂ കേട്ടോ. അടുത്ത പോയിന്റ്, വേൾഡ് ഹിസ്റ്ററി ഇൻ 3 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് സാക് സംഗീതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. വേൾഡ് ഹിസ്റ്ററി ഇൻ 3 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് സാക് സംഗീതാണ്. അപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചരിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സാക് സംഗീതാണ് കേട്ടോ. ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ചരിത്രകാരൻ ആരാണ്? സാക് സംഗീത്. അപ്പോൾ പുസ്തകം ഏതാ? വേൾഡ് ഹിസ്റ്ററി ഇൻ 3 പോയിന്റ്സ്. വേൾഡ് ഹിസ്റ്ററി 3 പോയിന്റ്സിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീതം പോലെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഒരു സംഗീതം പോലെ വേൾഡ് ഹിസ്റ്ററി 3 പോയിന്റ്സിൽ. ഓക്കെ, അപ്പോൾ സംഗീതമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. സാക് സംഗീത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, സുൽത്താൻ എ മെമ്മോയർ. ഇത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ആരുടെയാണ്? വസീം അക്രത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സുൽത്താൻ എ മെമ്മോയർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സുൽത്താൻ എ മെമ്മോയർ ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? വസീം അക്രത്തിൻ്റെ. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സുൽത്താൻ, ഈ സുൽത്താൻമാരെയൊക്കെയല്ല ആക്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അക്രമമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വസീം അക്രത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സുൽത്താൻ എ മെമ്മോയർ. അടുത്ത പോയിന്റ് നോക്കാം. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് MB രാജേഷാണ്. ആരാണ്? MB രാജേഷ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് MB രാജേഷാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ജയ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമില്ലേ, അതിനകത്ത് രാജേഷ്, അവൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് രാജേഷ് എന്നല്ലേ. അപ്പോൾ രാജേഷ് പരാജയപ്പെട്ടതായിട്ട് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാലോ അല്ലേ. ഈ രാജേഷിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കണം. അപ്പോൾ പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് MB രാജേഷ് പരാജയപ്പെട്ടു. അതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ പുസ്തകമാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, ശ്രീകുമാരൻ തമ്പി എന്ന് പറയുമ്പോൾ കുമാരൻ എന്നുള്ള വാക്കെടുത്തേക്കാണ് കേട്ടോ. ഈ കുമാരന്മാരൊക്കെ ഐശ്വര്യം തോന്നാൻ വേണ്ടി, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ശ്രീ അല്ലേ. അപ്പോൾ കുമാരന്മാരൊക്കെ ഐശ്വര്യം തോന്നാൻ വേണ്ടിയിട്ട് ഈ വെളുത്ത സാധനങ്ങളൊക്കെ മുഖത്ത് പുരട്ടും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ ടീനേജിൻ്റെ സമയത്തൊക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും മുഖത്ത് അപ്ലൈ ചെയ്യില്ലല്ലേ. അപ്പോൾ അങ്ങനെ ഓർക്കുക, ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും, എന്ത് വർണ്ണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ശ്രീകുമാരൻ തമ്പിയുടെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. സ്പെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോബയോഗ്രഫി ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസ് ഹാരിയുടെയാണ് കേട്ടോ. ആരുടെയാണ്? പ്രിൻസ് ഹാരിയുടെ ഓട്ടോബയോഗ്രഫിയാണ് സ്പെയർ. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജാവൊക്കെ മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ സ്പെയർ ആയിട്ടൊരു പ്രിൻസ് ഉണ്ടാവും അല്ലേ. ആരെങ്കിലുമൊക്കെ ഒരു സ്പെയർ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെയർ ആരുടെ ഓട്ടോബയോഗ്രഫി എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസ് ഹാരിയുടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ നമുക്കൊന്ന് വേഗം നോക്കാം, എന്നിട്ട് അടുത്ത പോയിന്റ്സ് നോക്കാം കേട്ടോ. ബുക്ക് സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദിയുടെ 2023 പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ്? സൽമാൻ റുഷ്ദി, വിക്ടറി സിറ്റി അല്ലേ, വിജയനഗരം. വേൾഡ് ഹിസ്റ്ററി ഇൻ 3 പോയിന്റ്സ് ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാക് സംഗീതാണ്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചരിത്രകാരനാണ്. ഓക്കെ, അപ്പോൾ 10 വയസ്സുകാരനാണ് കേട്ടോ. അപ്പോൾ ഒരു സംഗീതം പാടുന്ന പോലെ വേൾഡ് ഹിസ്റ്ററി ഇൻ 3 പോയിന്റ്സ് പറഞ്ഞു എന്നൊക്കെ ആലോചിക്കുക. സുൽത്താൻ എ മെമ്മോയർ ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? വസീം അക്രത്തിൻ്റെ അല്ലേ. പാകിസ്ഥാനി ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള വസീം അക്രത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സുൽത്താൻ എ മെമ്മോയർ.
പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് MB രാജേഷാണ്. ആരാണ്? MB രാജേഷ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ആരുടെയാ? ശ്രീകുമാരൻ തമ്പിയുടെയാണ് അല്ലേ? ശ്രീകുമാരൻ തമ്പി. സ്പെയർ ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? പ്രിൻസ് ഹാരിയുടെ ഓട്ടോബയോഗ്രഫിയാണ് സ്പെയർ. താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അമർത്യാസൻ ആണ് കേട്ടോ. ആരാണ്? അമർത്യാസൻ. താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അമർത്യാസൻ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് അമർത്യാസെൻ എന്ന് പറയുമ്പോണ്ടല്ലോ സെന്ന് കാറായിട്ടൊന്ന് ഓർത്തേക്കാണ് കേട്ടോ. ഈ സെന്ന് കാറ് വാങ്ങണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ് വാങ്ങണോ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാർ തർക്കിക്കുകയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇന്ത്യക്കാർ തർക്കിക്കുകയാണ്. അപ്പം അങ്ങനെ താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അമർത്യാസെൻ കേട്ടോ, അമർത്യാസെൻ. അടുത്ത പോയിന്റ്, ദ ലൈറ്റ് വി ക്യാരി എന്ന പുസ്തകം ആരുടെയാ? മിഷേൽ ഒബാമയുടെയാണ്. ആരുടെയാണ്? മിഷേൽ ഒബാമ. ദ ലൈറ്റ് വി ക്യാരി ആരുടെ പുസ്തകമാണ്? മിഷേൽ ഒബാമ. അപ്പോൾ നമ്മൾ ഈ രാത്രി സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തലവേദനയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബാമ് പറ്റാൻ വേണ്ടിയിട്ട് പോകും അല്ലേ? അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ദ ലൈറ്റ് വി ക്യാരി, നമ്മൾ ലൈറ്റും കൊണ്ട് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാം എടുക്കാൻ വേണ്ടിയിട്ട്. ബാം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മിഷേൽ ഒബാമയുടെയാണ് ദ ലൈറ്റ് വി ക്യാരി. അടുത്ത പോയിന്റ്, പ്രൈഡ്, പ്രിജുഡൈസ് ആൻഡ് പണ്ഡിട്രി. ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശശി തരൂറിൻ്റെയാണ്. ആരുടെയാണ്? ശശി തരൂർ. അപ്പോൾ പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൗഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പ്രൈഡ് അല്ലേ? അഭിമാനം. അതുപോലെ തന്നെ പ്രിജുഡൈസ്, പണ്ഡിത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര അറിവുള്ളത്, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ശശിയായി പോകും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ശശി തരൂർ കേട്ടോ, ജസ്റ്റ് കണക്ഷൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രൈഡ്, പ്രിജുഡൈസ് ആൻഡ് പണ്ഡിട്രി ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശശി തരൂറിൻ്റെയാണ്. അടുത്ത പോയിന്റ് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. ഇതിന് ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. അതിൻ്റെ ഓദർ ആരാ? ഷെഹാൻ കരുണതിലകയാണ്. ആരാണ്? ഷെഹാൻ കരുണതിലക എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ ഓദറാണ് കേട്ടോ. ശ്രീലങ്കൻ ഓദർ ഷെഹാൻ കരുണതിലക. അപ്പോൾ നമ്മൾ മന്ത് വൈസ് ക്ലാസ് എടുത്തപ്പോൾ, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കരുണയൊക്കെ വരും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ. അപ്പോൾ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള ദ 7 മൂൺസ് ഓഫ് മാലി അൽമയുടെ ഓദർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെഹാൻ കരുണതിലക. ഇനി ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര് ഓർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ആലോചിക്കുക? നമ്മൾ ബുക്കൊക്കെ വായിക്കുന്നത് രാത്രിയാണെന്ന് ആലോചിക്കുക കേട്ടോ. രാത്രി എന്ന് പറഞ്ഞാൽ മൂണുള്ള സമയത്ത്. ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. ഓക്കെ ആണല്ലോ? അപ്പോൾ കിട്ടിയല്ലോ ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. ആ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ ഓദർ ആരാണ്? ഷെഹാൻ കരുണതിലക. അടുത്ത പോയിന്റ് നോക്കാം, ഒരു ഗോളിയുടെ ആത്മകഥ എന്ന ആത്മകഥ രചന ആരുടേതാണ്? ഒരു ഗോളിയുടെ ആത്മകഥ വിക്ടർ മഞ്ഞിലയുടെയാണ് കേട്ടോ. ആരുടെയാണ്? വിക്ടർ മഞ്ഞിലയുടെയാണ്. ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഗോളി എന്നൊക്കെ പറയുന്നതാണ് ആ ഒരു ഗെയിമിൻ്റെ വിക്ടറിയൊക്കെ നിർണ്ണയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. വിക്ടറിയൊക്കെ നിർണ്ണയിക്കുന്ന ഗോളിയാണ് അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വിക്ടറായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഗോളി എന്നൊക്കെ പറയുമ്പോൾ ഫുട്ബോളായിട്ടൊന്ന് ആലോചിക്കാം അല്ലേ? ഫുട്ബോളിലെ മഞ്ഞ കളർ നമ്മുടെ ബ്രസീലായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് മഞ്ഞിലായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓർക്കാൻ പറ്റുന്നത് അങ്ങനെ ഓർക്കാം. ഒരു ഗോളിയുടെ ആത്മകഥ എന്ന ആത്മകഥ രചന ആരുടെയാണ്? വിക്ടർ മഞ്ഞില. അടുത്ത പോയിന്റ്, ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹർദീപ് സിംഗ് പുരിയുടെയാണ് കേട്ടോ. ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ് ആരുടെ പുസ്തകമാണ്? ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അപ്പോൾ സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ്, നമ്മൾ 100 വർഷമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദീപമൊക്കെ തെളിയിച്ചിട്ടൊക്കെ ആയിരിക്കില്ലേ നമ്മൾ ആ ഒരു ഒക്കേഷനൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ദീപം തെളിയിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഹർദീപ് സിംഗ് പുരിയാണ് കേട്ടോ. ഹർദീപ് സിംഗ് പുരി. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ് ആരുടെയാണ്? ഹർദീപ് സിംഗ് പുരിയുടെയാണ്. അടുത്ത പോയിന്റ്, മണിച്ചെപ്പ് വീണ്ടും തുറന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ബാലചന്ദ്ര മേനോനാണ്. മണിച്ചെപ്പ് വീണ്ടും തുറന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ബാലചന്ദ്ര മേനോൻ. ഈ ചെപ്പൊക്കെ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും തുറക്കുന്ന ഈ ബാലന്മാരായിരിക്കും എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബാലചന്ദ്ര മേനോൻ. എന്ത് ചെപ്പ് കിട്ടിക്കഴിഞ്ഞാലും തുറന്നൊക്കെ നോക്കും അല്ലേ? അപ്പോൾ മണിച്ചെപ്പ് വീണ്ടും തുറന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ബാലചന്ദ്ര മേനോൻ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പോയിന്റ്സ് നോക്കാം, ശ്രദ്ധിക്കുക. താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാ? അമർത്യാസെൻ അല്ലേ? സെന്നിന് വേണ്ടിയിട്ട് തർക്കിക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ ഇന്ത്യക്കാർ. അപ്പോൾ താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അമർത്യാസെൻ. ദ ലൈറ്റ് വി ക്യാരി മിഷേൽ ഒബാമയാണ് അല്ലേ? ദ ലൈറ്റ് വി ക്യാരി മിഷേൽ ഒബാമ. ഒബാമയുടെ വൈഫാണ് കേട്ടോ. അടുത്തത് പ്രൈഡ്, പ്രിജുഡൈസ് ആൻഡ് പണ്ഡിട്രി ആരുടെ പുസ്തക? ശശി തരൂറിൻ്റെയാണ് അല്ലേ? പ്രൈഡ്, പ്രിജുഡൈസ് ആൻഡ് പണ്ഡിട്രി. ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഓദർ ശ്രീലങ്കൻ ഓദർ ഷെഹാൻ കരുണതിലകയാണ്. ഒരു ഗോളിയുടെ ആത്മകഥ എന്ന ആത്മകഥ രചന ആരുടെയാണ്? വിക്ടർ മഞ്ഞിലയുടെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ് ആരുടെയാണ്? ഹർദീപ് സിംഗ് പുരി. മണിച്ചെപ്പ് വീണ്ടും തുറന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ബാലചന്ദ്ര മേനോൻ. അടുത്ത് നോക്കാം, ഫ്രം ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ് ആരുടെ പുസ്തക? ഡോക്ടർ ഭീമൽ ജലൻ്റെ ആണ് കേട്ടോ. ഡോക്ടർ ഭീമൽ ജലൻ്റെ ആണ് ഫ്രം ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ്.
ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഈ ഭീമ ജ്വല്ലറി ഒക്കെയില്ലേ, അവിടെ നിന്ന് പോയിട്ട് നമ്മൾ സ്വർണ്ണമൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്, എന്നിട്ട് പിന്നെ നമ്മൾ സെൽഫ് റിലയൻറ്റ് ആവുകയാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാണ്. അത്ര നല്ല കോഡൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫ്രം ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ്, ഡോക്ടർ ഭീമൽ ജലൻ. അടുത്ത് നോക്കാം, ദ ക്ലൈമറ്റ് ബുക്ക്. ദ ക്ലൈമറ്റ് ബുക്കിൻ്റെ ഓഥർ ആരാ? ഗ്രേറ്റ തുൻബർഗ് ആണ്. ആരാണ്? ഗ്രേറ്റ തുൻബർഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരായിരുന്നു? എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ് അല്ലേ, സ്വീഡിഷ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ് ഗ്രേറ്റ തുൻബർഗ്. പുസ്തകം ഏതാണ്? ദ ക്ലൈമറ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദ ഗ്രേറ്റ് ക്ലൈമറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കുക അല്ലേ, ഗ്രേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. അടുത്ത് നോക്കാം, അടുത്ത് വല്ലി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷീല ടോമിയാണ്. ആരാണ്? ഷീല ടോമി. ഓക്കെ, അത് ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു പാട്ട് കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ ഷീവല്ലി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഷീവല്ലി. ഓക്കെ, കിട്ടിയല്ലോ. വല്ലി, ഷീല ടോമിയാണ് അതിൻ്റെ ഓഥർ. അടുത്ത് നോക്കാം, ദ മേക്കിംഗ് ഓഫ് എ കാറ്റസ്ട്രോഫെ. ഇതിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജയതി ഘോഷാണ്. ആരാണ്? ജയതി ഘോഷ്. ദ മേക്കിംഗ് ഓഫ് എ കാറ്റസ്ട്രോഫെ. കാറ്റസ്ട്രോഫെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ പറഞ്ഞത്. കാറ്റസ്ട്രോഫെ എന്താ? മഹാദുരന്തം അല്ലെങ്കിൽ മഹാവിപത്ത് എന്നൊക്കെ പറയുന്നതാണ് കാറ്റസ്ട്രോഫെ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മഹാവിപത്ത് അല്ലെങ്കിൽ മഹാദുരന്തമൊക്കെ വരാൻ കാര്യം തീ വന്നു എന്ന് ആലോചിക്കുക കേട്ടോ. ഒരു ആഘോഷത്തിൽ തീ പിടിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു മഹാദുരന്തം വന്നതെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തീ വന്നു എന്ന് കേട്ടോ. ആഘോഷം ഉള്ള സമയത്ത് തീ വന്നു, അങ്ങനെ മഹാവിപത്ത് വന്നു. കാറ്റസ്ട്രോഫെ, ദ മേക്കിംഗ് ഓഫ് എ കാറ്റസ്ട്രോഫെ. ഓക്കെ, അടുത്ത് നോക്കാം, അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ശശി തരൂരാണ് കേട്ടോ. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ശശി തരൂർ. അപ്പോൾ അംബേദ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പൊക്കെ ആലോചിക്കാം കേട്ടോ. അമ്പ് തരൂ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അംബേദ്കർ തരൂ, ശശി തരൂർ കേട്ടോ. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ശശി തരൂർ. അപ്പോൾ ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കേട്ടോ, നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഇൻഡോ പാക് വാർ 1971 റെമിനിസെൻസസ് ഓഫ് എയർ വാരിയേഴ്സ്. ഇതിൻ്റെ ഓഥർ രാജ്നാഥ് സിംഗ് ആണ്. ആരാണ്? രാജ്നാഥ് സിംഗ്. ഇൻഡോ പാക് വാർ 1971 റെമിനിസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ, സ്മരണ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ റെമിനിസെൻസസ് ഓഫ് എയർ വാരിയേഴ്സ്, ഇതിൻ്റെ ഓഥർ രാജ്നാഥ് സിംഗ്. നമുക്കറിയാം രാജ്നാഥ് സിംഗ് ആണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അല്ലേ. അപ്പോൾ നമ്മുടെ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ട് രാജാക്കന്മാരൊക്കെയാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെ നമുക്ക് രാജ്നാഥ് സിംഗ് ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ, ഡിഫൻസ് മിനിസ്റ്റർ. അപ്പോൾ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, ഇൻഡോ പാക് വാർ 1971 എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത പോയിന്റ് നോക്കാം, കാലം കാത്തുവയ്ക്കുന്നത് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് സി രാധാകൃഷ്ണനാണ് കേട്ടോ. കാലം കാത്തുവയ്ക്കുന്നത് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് സി രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഫ്രം ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ്, അതിൻ്റെ ഓഥർ ഡോക്ടർ ഭീമൽ ജലൻ ആണ്. ദ ക്ലൈമറ്റ് ബുക്ക്, അതിൻ്റെ ഓഥർ ആരാ? ഗ്രേറ്റ തുൻബർഗ് ആണ്. ഗ്രേറ്റ് ക്ലൈമറ്റ് അല്ലേ. വല്ലിയുടെ ഓഥർ ഷീല ടോമിയാണ്. ദ മേക്കിംഗ് ഓഫ് എ കാറ്റസ്ട്രോഫെ, അതിൻ്റെ ഓഥർ ജയതി ഘോഷാണ്. ഒരു ആഘോഷത്തിൽ തീ പിടിച്ചു, അങ്ങനെ കാറ്റസ്ട്രോഫെ വന്നു കേട്ടോ. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ശശി തരൂർ. അമ്പ് തരൂ എന്നുള്ള രീതിയിൽ കേട്ടോ. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ശശി തരൂർ. ഇൻഡോ പാക് വാർ 1971 റെമിനിസെൻസസ് ഓഫ് എയർ വാരിയേഴ്സ്, അതിൻ്റെ ഓഥർ രാജ്നാഥ് സിംഗ് ആണ്. ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ്. കാലം കാത്തുവയ്ക്കുന്നത് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് സി രാധാകൃഷ്ണൻ. അടുത്ത പോയിന്റ് നോക്കാം, ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചിട്ടുള്ളത് എസ് ഹരീഷ് ആണ്. ആരാണ്? എസ് ഹരീഷ്. ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചിട്ടുള്ള ആരാണ്? എസ് ഹരീഷ് ആണ് കേട്ടോ. എസ് ഹരീഷിന് ഈ അടുത്ത് കിട്ടിയിട്ടുള്ള പുരസ്കാരം ഏതാ? വയലാർ പുരസ്കാരം അല്ലേ. 2022 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് മീശ എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചിട്ടുള്ളത് എസ് ഹരീഷ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഗസ്റ്റിനൊക്കെ ആലോചിച്ചേക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ചില ഗസ്റ്റുകളൊക്കെ ഭയങ്കര മീശയുള്ള ഗസ്റ്റുകളൊക്കെ വരുമായിരിക്കും അല്ലേ, മീശയുള്ള ഗസ്റ്റ്. അപ്പോൾ മീശ ആലോചിക്കുമ്പോൾ നമുക്ക് എസ് ഹരീഷായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. എസ് ഹരീഷിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയല്ലേ മീശ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഓഗസ്റ്റ് 17 കേട്ടോ. അപ്പോൾ ഈ 17 വയസ്സാകുമ്പോഴേക്കല്ലേ ഈ മീശയൊക്കെ ശരിക്കും വന്നു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓഗസ്റ്റ് 17 മീശയായിട്ട് ആലോചിക്കാം. മീശ എന്ന് പറയുമ്പോൾ നമുക്ക് എസ് ഹരീഷായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം, മഹാപ്രളയം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ബി സന്ധ്യയാണ്. ആരാണ്? ബി സന്ധ്യയാണ് മഹാപ്രളയം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ സന്ധ്യാസമയത്തൊക്കെയാണ് നമ്മൾ ആ പ്രളയമൊക്കെ വന്നത്, സന്ധ്യാസമയത്താണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മഹാപ്രളയം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ബി സന്ധ്യ. അടുത്ത് നോക്കാം, ലാൽ സലാം എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിയാണ്. ആരാണ്? സ്മൃതി ഇറാനി.
സ്മൃതി ഇറാനി ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ള ആരാണ്? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ആണ് അല്ലേ? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ. നമ്മൾ പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഓർക്കണം, സ്മൃതി വേണം, ഓർമ്മ വേണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ലാൽ സലാം എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിയാണ്. ഇനി ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഇറാനിലേക്കൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ സലാം കൊടുത്തിട്ട് വിടും എന്ന് ആലോചിക്കുക കേട്ടോ. ഇറാനിലേക്കൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ സലാം കൊടുത്തിട്ട് വിടും. അങ്ങനെ ലാൽ സലാം, സ്മൃതി ഇറാനി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള നോവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോംബ് ഓഫ് സാൻഡ് ആണ്. ഏതാണ്? ടോംബ് ഓഫ് സാൻഡ്. അതിൻ്റെ ഓദർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീതാഞ്ജലി ശ്രീയാണ്. ആരാണ്? ഗീതാഞ്ജലി ശ്രീ. അപ്പോൾ നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള ഹിന്ദി നോവൽ 2022 കേട്ടോ. ഏതാണ്? ടോംബ് ഓഫ് സാൻഡ് ആണ്. അതിൻ്റെ ഓദർ ചോദിക്കുകയാണെങ്കിൽ ഗീതാഞ്ജലി ശ്രീയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ബോളിവുഡ് നടി ശ്രീദേവിയുടെ ജീവചരിത്രമായിട്ടുള്ള ശ്രീദേവി ദ ലെജൻഡ് ഓഫ് എ ലൈഫ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ധീരജ് കുമാറാണ്. അപ്പോൾ ശ്രീദേവിയുടെ ജീവചരിത്രമായിട്ടുള്ള ശ്രീദേവി ദ ലെജൻഡ് ഓഫ് എ ലൈഫ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ധീരജ് കുമാർ. അപ്പോൾ ലെജൻഡുകളുടെയൊക്കെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ധീരമായിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ അല്ലേ? ധീരജ് കുമാറാണ് കേട്ടോ. അപ്പോൾ നടി ശ്രീദേവിയുടെ ജീവചരിത്രമായിട്ടുള്ള ശ്രീദേവി ദ ലൈഫ് ഓഫ് എ ലെജൻഡ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? ധീരജ് കുമാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ദ വേൾഡ് ഹിസ്റ്ററി ഇൻ 3 points എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.